വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സഭാപ്രസംഗി 5, 10, 13 വാക്യങ്ങൾ പ്രകാരമാണ്: ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. സൂര്യന് കീഴെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത തിന്മയുണ്ട്. ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായി സൂക്ഷിച്ചു വെക്കുന്ന സമ്പത്ത് തന്നെ. ധനത്തോടുള്ള ആശയാണ് നമ്മെ അനർത്ഥത്തിലേക്ക് നയിക്കുന്നത്. ധനം അധികമായി സമ്പാദിക്കുന്നതിനുള്ള വഴികളിലേക്ക് തിരിഞ്ഞ് ധനത്തിൻ്റെ കണികളിൽ കുടുങ്ങിപ്പോയ അനേകർ ഉണ്ട്. അനേക വിശുദ്ധന്മാരെ അവരുടെ പദവിയിൽ നിന്ന് തള്ളിയിട്ട പാപമാണ് ദ്രവ്യാഗ്രഹം. ദ്രവ്യാഗ്രഹത്തെ പാപമായി പലരും കാണുന്നില്ല. മോഷ്ടിക്കുന്നത് പാപമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ കൈക്കൂലി പാപമായി കാണാറില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിന് ലഭിക്കേണ്ടുന്ന വരുമാനം നൽകാതിരിക്കാൻ പല വിശ്വാസികളും കൈക്കൂലി കൊടുക്കുന്നു, കൈക്കൂലി വാങ്ങുന്നു. അന്യായമായി സമ്പാദിക്കുന്നതിന് തിരഞ്ഞെടുക്കുന്ന വഴികൾ പലപ്പോഴും നമ്മിൽ കുറ്റബോധം വരുത്തുന്നില്ല എന്നതാണ് സത്യം. പൗലോസ് നമുക്ക് നൽകുന്ന ആലോചന: ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലോ. നീ അത് വിട്ടോതി. നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. 1 തിമോഥെയോസ് 6, 10, 11 വാക്യങ്ങൾ. ദ്രവ്യാഗ്രഹം നമ്മെ ദോഷത്തിലേക്ക് നടത്തുന്നതിനാൽ അത് വിട്ടുമാറേണ്ടുന്നവരാ വിശ്വാസികൾ. അബ്രഹാമിനോടുകൂടി യാത്ര തിരിച്ച ലോത്തിൻ്റെ ജീവിതം തോൽവിയിലും ഒടുക്കം നാശത്തിലും കലാശിക്കുവാനുള്ള കാരണം ധനത്തോടുള്ള മോഹമായിരുന്നു. സൊദോമിലെ ധനത്തിൽ മേലായിരുന്നു ലോത്ത് നോട്ടമിട്ടത്. ലോത്ത് തൻ്റെ കൂടാരം നീക്കി അടിച്ച് സൊദോമിൻ്റെ പടിവാതിൽക്കൽ എത്തി എന്നാണ് വായിക്കുന്നത്. പരിണിതഫലം: മരുമക്കൾ പോലും ലോത്തിൻ്റെ ഭക്തിയിൽ വിശ്വാസമില്ലാത്തവരായി തീർന്നു. ഭാര്യ ഉപ്പുതൂണായി. സകല സമ്പത്തും വിട്ട് ലോത്തിന് ഓടിപ്പോകേണ്ടി വന്നു. ധനത്തോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്ന് അബ്രഹാം നമ്മെ പഠിപ്പിക്കുന്നു. അബ്രഹാം ലോത്തിനോട് പറയുന്നത്: ദേശമെല്ലാം നമ്മുടെ മുൻപിലുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള ഇടം തിരഞ്ഞെടുത്തു കൊള്ളുക. ഉൽപ്പത്തി 13:9. ഒരു യഥാർത്ഥ വിശുദ്ധന് മാത്രമേ ഇപ്രകാരം പറയുവാൻ കഴിയൂ. ഒരുവൻ്റെ ദ്രവ്യാഗ്രഹം ഒരു കുടുംബത്തെ മുഴുവൻ കുഷ്ഠരോഗത്തിലേക്ക് നയിച്ച സംഭവം 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. എലീശ പ്രവാചകൻ്റെ ഭൃത്യനായ ഗേഹസിയുടെ കുടുംബമാണ് അത്. എലീശ നിരസിച്ച സമ്മാനം മോഹിച്ച് ഗേഹസി നയമാൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് അവ ചോദിച്ചു വാങ്ങി. ധനം ലഭിക്കുന്നതിന് വേണ്ടി ഗേഹസി നയമാനോട് കള്ളം പറഞ്ഞു. നയമാൻ 2 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും ഗേഹസിക്ക് നൽകി. ഇവ വാങ്ങി സൂക്ഷിച്ചു വച്ചതിന് ശേഷം ഒന്നും സംഭവിക്കാത്ത വിധത്തിൽ പ്രവാചകൻ്റെ അടുക്കൽ മടങ്ങി വരികയും പ്രവാചകൻ്റെ ചോദ്യത്തിന് കളവ് പറയുകയും ചെയ്തു. വസ്തു സമ്പാദിക്കുന്നതിനും ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നിവയൊക്കെ സമ്പാദിച്ച് ധനികനായി ജീവിക്കണമെന്നും ആഗ്രഹിച്ചതും നയമാനോടും യജമാനോടും വ്യാജം പറഞ്ഞതും ശാപത്തിന് കാരണമായി. ഗേഹസി കുഷ്ഠരോഗിയായി. ഗേഹസി മാത്രമല്ല, അവൻ്റെ സന്തതികളെല്ലാം കുഷ്ഠരോഗികളായി തീർന്നു. ദൈവമക്കൾ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നവരും നാവുകൊണ്ട് കള്ളം പറയാത്തവരും ആയിരിക്കണം. സങ്കീർത്തനം 15, 2, 3 വാക്യങ്ങൾ. എലീശ ഒരു കാലത്ത് ഏലിയാവിൻ്റെ ബാല്യക്കാരനായിരുന്നു. ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തവനെന്ന പലരും എലീശയെക്കുറിച്ച് പറഞ്ഞിരുന്നത്. എലീശയുടെ വിശ്വസ്തയോടുകൂടിയ പ്രവർത്തനമാണ് ഏലിയാവിൻ്റെ പിൻഗാമിയായി ദൈവം എലീശയെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം. ഒരുപക്ഷെ എലീശയുടെ ബാല്യക്കാരനായ ഗേഹസിയെ എലീശയുടെ പിൻഗാമിയായി ദൈവം തിരഞ്ഞെടുക്കുമായിരുന്നു. എന്നാൽ തനിക്ക് ലഭിക്കാമായിരുന്ന പദവി ദ്രവ്യാഗ്രഹം മൂലം നഷ്ടമായി. മാത്രമല്ല, ഗേഹസി കുടുംബമായി കുഷ്ഠരോഗത്തിന് അടിമകളായി. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക്
അധീനരായി തീർന്നിരിക്കുന്നു. 1 തിമോഥെയോസ് 6:10 ദ്രവ്യാഗ്രഹം ജീവകാലം മുഴുവൻ ഇരുട്ടിലും വ്യസനത്തിലും ദീനത്തിലും ക്രോധത്തിലും ആക്കുന്നു എന്ന സഭാപ്രസംഗി 5:17 പറയുന്നത്. എന്നാൽ ദൈവം നൽകുന്ന ധനം അനുഭവിക്കുന്നത് മാത്രമാണ് ഹൃദയ സന്തോഷം നൽകുന്നത്. സഭാപ്രസംഗി 5:19-20 യാക്കയുടെ മകനായ ആഗൂരിൻ്റെ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആര് എന്ന് നിഷേധിക്കുവാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിക്കുവാനും സംഗതി വരരുതേ. സദൃശവാക്യം 30:9. കർത്താവേ, വ്യാജവും ഭോഷ്കും എന്നിൽ നിന്ന് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും തരാതെ നിത്യവൃത്തിക്കുള്ളത് തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ആമേൻ.